ഇപ്പോൾ റിട്ടയർ SP സുഭാഷ് ബാബു കുടിച്ചിരുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഈങ്ങാപ്പുഴയിൽ, അതായത് കോഴിക്കോട് ഈങ്ങാപ്പുഴയിലാണ് യാസർ എന്നൊരു വ്യക്തി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇയാൾ മദ്യത്തിനും അതുപോലെ തന്നെ നിരവധി ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായിരുന്നു. ഇത് ആവർത്തിക്കരുത്, ലഹരി ഉപയോഗിക്കരുത് മുതലായ കാര്യങ്ങൾ ഭാര്യ പറയുന്നു. ഇയാൾ ഇതിനെ എതിർക്കുന്നു. തുടർന്ന് ഭാര്യ ബന്ധം വേർപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു. ഇതിൽ ഉണ്ടായ വൈരാഗ്യത്തിൽ ഇപ്പോൾ യാസർ എന്ന വ്യക്തി ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതും കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ്, മൃഗീയമായിട്ട് തന്നെ. എങ്ങനെയാണ് സാർ ഈ ലഹരി ഉപയോഗിക്കുന്നത്? അത് ചെറിയ കുട്ടികളടക്കമുള്ളവർ തൊട്ട് പ്രായമായവർ വരെ എല്ലാവരും തന്നെ ലഹരിക്ക് അടിമയാകുന്നു. അത് അവർക്ക് വീണ്ടും വിചാരമില്ലാണ്ട് ഒരുപാട് കുറ്റകൃത്യങ്ങളിലേക്ക് വഴി തുറക്കുന്നു. എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? അതെ, ഈ പൊതുവെ ആളുകൾക്ക് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മദ്യം അതേമാതിരിയുള്ള കഞ്ചാവൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ വലിയ അവർക്കൊരു സുഖം കിട്ടും എന്നതിനപ്പുറത്തേക്ക് അവരുടെ ശരീരത്തിനുള്ള ബലക്ഷയമാണ് സാധാരണ ഉണ്ടാവുന്നത്. പിന്നെ അവർ വെറുതെ ഒച്ചയുണ്ട് ബഹളം ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നല്ലാണ്ട്. പക്ഷേ ഈ മയക്കുമരുന്ന് സാധാരണ ഇപ്പം കെമിക്കൽ ഡ്രഗുകൾ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് മദ്യം കഴിക്കുക, അതിൻ്റെ കൂടെ കെമിക്കൽ ഡ്രഗുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാനസികമായിട്ട് അവസ്ഥ പൊതുവെ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് മാറും. ആ അക്രമം കൂടുതൽ അധികരിച്ച് അതൊരു ഏത് അവസ്ഥയിലേക്കും ആ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ മയക്കുമരുന്ന് എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഭാര്യയോട് ദേഷ്യമുണ്ട്. പ്രത്യേകിച്ച് മുമ്പ് അദ്ദേഹം തിരിച്ചു വന്നില്ലെങ്കിൽ കൊലപ്പെടുത്തി കളയും എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ കൊലപാതകം നടത്തണം എന്നുള്ള ഉദ്ദേശം തീർച്ചയായിട്ടും ഉണ്ട്. അത് കൂടുതൽ രൂഢമൂലമാകുക ചെയ്യുന്നത് ഈ മയക്കുമരുന്ന് കഴിക്കുന്നതോടുകൂടി. അങ്ങനെ മയക്കുമരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ഏതെങ്കിലും രീതിയിൽ തന്റെ വരുതിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ എന്നാൽ പിന്നെ അവർ ബാക്കിയിരിക്കരുത് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്കാണ് പൊതുവെ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ കാണുന്ന ഒരുപാട് ഈ അക്രമങ്ങൾ മയക്കുമരുന്ന് കഴിച്ചിട്ടാണ് മിക്കവാറും ആളുകളൊക്കെ ഇപ്പോ ഈ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയെ കൊല്ലുക, അച്ഛനെ വെട്ടുക, സഹപാഠിയെ കൊല്ലുക, കാമുകിയെ കൊല്ലുക, പിന്നെ വീട്ടിലുള്ള സർവ്വരെയും കൊല്ലുക. ഇതൊക്കെ അവന്റെ മാനസികമായിട്ടുള്ള ഒരു ഭ്രാന്ത്, അതായത് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് പോകും. അവന്റെ വിദ്വേഷവും വെറുപ്പും ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ സാധാരണ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. ഇതേമാതിരി തന്നെ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ജീവിക്കാൻ യാതൊരു മാർഗമില്ലാത്തത് കൊണ്ട് ആശ്രയമായിട്ട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നപ്പോ അതിൽ നിന്ന് മടങ്ങി വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വകവരുത്തിക്കളെ അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് വരെ പറഞ്ഞിരിക്കുമ്പോ കുറച്ചവർ ശ്രദ്ധിക്കാമായിരുന്നു. പക്ഷെ എന്നാ പറഞ്ഞെങ്ങനെ കൊല്ലും എന്നവർ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഏതെങ്കിലും രീതിയിൽ നന്നായിട്ട് അതെന്തോ മധ്യസ്ഥം പറഞ്ഞിട്ട് അവരെ ഒന്നിച്ചിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താൻ ഏതാനും ദിവസങ്ങളെ ആരോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്തായാലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മയക്കുമരുന്ന് മദ്യം കഴിക്കുക, അതിനോടൊപ്പം അത് സ്ഥിരമായിട്ട് ഇത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഭ്രാന്തമായ അവസ്ഥയാണ്. ആ ഭ്രാന്തമായ അവസ്ഥയിൽ തനിക്ക് വിദ്വേഷം തോന്നുന്ന ആളുകളെ ഒഴിവാക്കുക എന്നതാണ് അവരുടെ മനസ്സിലുണ്ടാകുന്ന സാധാരണ വികാരം. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു അവസാന രൂപം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കുട്ടിയുണ്ട്, അവർ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ പോലും അതിനൊന്നും ഒരു വിടുതലൊന്നും കിട്ടില്ല. അതിന് കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനൊന്നുമില്ല. അത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇരുന്ന് കഴിഞ്ഞാൽ കുറ്റകൃത്യത്തിന് കുറച്ചുകൂടെ തെളിവിന്റെ ശക്തി കൂടുകയുള്ളൂ. എന്തായാലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഫാമിലിയിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള അല്ലെങ്കിൽ പ്രേമബന്ധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സമൂഹം ഇടപെടുകയും അതിന് പരിഹാരം കാണാനുള്ള മാർഗങ്ങൾ ഈ സ്കൂൾ തലത്തിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അതിന് ആരും കാര്യമായി ശ്രമിച്ചില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അപകടകാരികളായ ഇതേമാതിരിയുള്ള വ്യക്തികളെ നിരീക്ഷിക്കാൻ നമുക്കൊരു സംവിധാനമില്ല. സമൂഹം അതിനകത്ത് ഇടപെടൽ വളരെ പരിമിതമായി നടത്തുന്നു. അതിന്റെയൊക്കെ ഒരു കാപാല സാഹചര്യം, ഒരു ഗൗരവപരമായ അല്ലെങ്കിൽ ഒരു ഒരു നശീകരണ സ്വഭാവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് നമുക്കൊരു സാമൂഹ്യ വിപത്തായിട്ട് എല്ലാവരും അംഗീകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.